ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ട്രഡീഷണൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന്. അതെ, വിശേഷമാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഡേ ആണ്. നവംബർ 19-നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് വിശേഷം എന്നുള്ളത്. അതേ, എൻ്റെ വീടിൻ്റെ പാല് കാച്ചാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിൻ്റെ അതിൽ നമുക്ക് കയറി താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ് അല്ലേ, ഒരു മനസ്സമാധാനം ഒക്കെ അല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് അല്ലേ. അത് നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലം കാണാൻ പറ്റിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെ പാല്. എൻ്റെ ലൈഫിൽ എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക, നമുക്കൊരു വീട് വേണമെന്ന് വിചാരിച്ച് നമുക്ക് വീട് വെക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഗണപതി ഹോമമൊക്കെ രാവിലെ കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുവരെ ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഓടി വട്ടായി നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാല് കാച്ചൽ ചടങ്ങിലോട്ടാണ് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേറ്റ് വീഡിയോ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര ഹാപ്പിയാണുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ നന്നായിട്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? ഇതെൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ, ഞാനിങ്ങനെ വെട്ടി തെച്ചു. ഇതൊക്കെ ഞാൻ ചെയ്ത ഡിസൈനാണ്. തച്ചത് വേറെ ആണ് കേട്ടോ, പറഞ്ഞു കൊടുത്ത ഞാനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ വീട്ടിലാണ് നിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ വീട്ടിലെ പുതിയ വീട്ടിലെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എല്ലാ ചടങ്ങും എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ നടന്ന ചടങ്ങും കാര്യങ്ങളും എല്ലാം റിസപ്ഷൻ അടക്കം കാണാം. എന്നിട്ട് തിരിച്ചു വരാം.
അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. പാല് തിളച്ച് തൂവിയതിന് ശേഷമാണ് ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ പാലുകാച്ചിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈവനിംഗ് ആണ് വെച്ചത്. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈവനിംഗ് എന്നാണ് വെച്ചത്. അപ്പോൾ അന്ന് നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മേയർ വി.കെ. പ്രശാന്തായിരുന്നു. സാറ് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാം സന്ദർശിച്ചു. ഫർണിച്ചറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫുള്ള് ഞാൻ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം വാങ്ങിയ ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഓരോ പാർട്ടായിട്ട് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഈ വീഡിയോയിൽ വന്നിട്ട് വീടിൻ്റെ ഫുള്ള് ഇതും സ്ട്രക്ചറും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ പ്രശാന്ത് സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റോളം അദ്ദേഹം നമ്മുടെ വീട്ടിൽ സംസാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഹാളിലായിരുന്നു നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ റിസപ്ഷനൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ വന്ന് ഫുഡും കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ബാക്കിയുള്ള വീഡിയോസൊന്നും ബന്ധുക്കൾ വന്ന് ഫുഡ് കഴിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ബിസിയായിരുന്നു കേട്ടോ. ഇത് തന്നെ വലിയ ഇതിലാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ രാത്രി അവിടെ തന്നെ പുതിയ വീട്ടിൽ തന്നെ കിടക്കണമെന്നാണല്ലോ. അപ്പോൾ നിറയെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാം പൊളിച്ച് നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. നമ്മൾ അവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത്, വീട്ടിൽ തന്നെയാണ് ഉറങ്ങിയത്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാവരും സ്വപ്നമില്ല. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഈ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ വീഡിയോ? കുഞ്ഞു വീട്ടിലൊരു കുഞ്ഞ് ചടങ്ങ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ആഘോഷം, അത്രയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി മനോഹരമായിട്ട്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടി മനോഹരമായിട്ടാണ് നടന്നത്. ഞാനൊരു ചെറിയൊരു തോതിലൊക്കെ പാർട്ടി നടത്തണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മേലെ ആണ് എനിക്ക് നടന്നത്. അപ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ എനിക്ക് 2K ആണ് ആയത്. അപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും